മലപ്പുറത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണ്. 15 വർഷം പൂർത്തിയായി സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കണമെന്ന നിയമത്തിൽ ഇളവില്ലെങ്കിൽ പ്രവർത്തനം വഴിമുട്ടും. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്നാണ് ആവശ്യം. 2009 മുതൽ പാലിയേറ്റീവ് കേന്ദ്രങ്ങൾക്ക് ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വാഹനങ്ങൾ അനുവദിക്കുന്നുണ്ട്. ആദ്യ വാഹനം KT ജലീൽ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് മലപ്പുറം വളാഞ്ചേരി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കാണ് നൽകിയത്. വാഹനങ്ങളുടെ RC ഉടമ അതത് ജില്ലാ കളക്ടർമാർ തന്നെയാണ്. ഇങ്ങനെ അനുവദിച്ച നിരവധി വാഹനങ്ങളാണ് 15 വർഷം പൂർത്തിയാകുന്നത്. വാഹനങ്ങൾ ഒഴിവാക്കേണ്ടി വന്നാൽ പാലിയേറ്റീവ് പ്രവർത്തനം അവതാളത്തിലാകും. സ്വകാര്യ വാഹനങ്ങൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും കാലാവധി കൂട്ടി നൽകാറുണ്ട്. അത്തരത്തിൽ പാലിയേറ്റീവ് വാഹനങ്ങൾക്കും സമയപരിധി നീട്ടി നൽകണമെന്നാണ് വളണ്ടിയർമാരുടെ ആവശ്യം. ആയിരക്കണക്കിന് രോഗികൾക്ക് വീടുകളിൽ ചെന്ന് പരിചരണം നൽകുന്ന സംവിധാനം നമ്മുടെ സംസ്ഥാനത്താകെയുണ്ട്. ഏകദേശം 650ഓളം വരുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, അതായത് സമൂഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളത് വർക്ക് ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ പരിരക്ഷാ സംവിധാനത്തിലുള്ളത് വേറെയാണ്. ഈ 650 യൂണിറ്റുകളിൽ ഏകദേശം 115 യൂണിറ്റുകൾ നമ്മുടെ മലപ്പുറം ജില്ലക്കകത്താണ്. ഈ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്നതിന് വാഹനം അത്യാവശ്യമാണ്. അങ്ങനത്തെ ഒരു സമയത്താണ് 2009 സംസ്ഥാനത്ത് ആദ്യമായിക്കൊണ്ട് ഡോക്ടർ KT ജലീൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു വാഹനം ഹോം ഗവൺമെൻറ് അനുവദിച്ചു. സംസ്ഥാനത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കിയാണ്, ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നിട്ടാണ് ഒരു പ്രൈവറ്റ് സൊസൈറ്റിക്ക് ഇത്തരം രീതിയിൽ വാഹനം അനുവദിക്കപ്പെട്ടത്. അതിൻ്റെ പിന്തുടർച്ചയായിക്കൊണ്ട് മറ്റു നിരവധി MLAമാരും MP മാരും ഇത്തരത്തിൽ പാലിയേറ്റീവ് കെയറിന് വാഹനം അനുവദിക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോൾ പ്രതിസന്ധി 2009 സംസ്ഥാനത്ത് ആദ്യമായിക്കൊണ്ട് വളാഞ്ചേരി പാലിയേറ്റീവ് കെയറിന് വാഹനം അനുവദിക്കുന്നത്. സംസ്ഥാനത്ത് 650ഓളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രങ്ങളും അവയുടെ കീഴിൽ 100 കണക്കിന് ക്ലിനിക്കുകളുമുണ്ട്. മലപ്പുറത്ത് മാത്രം 30ഓളം വാഹനങ്ങളും ഇതിന്റെ ഭാഗമായുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പൊളിക്കൽ നയമനുസരിച്ച് 2009 മുൻപുള്ള എല്ലാ സർക്കാർ വാഹനങ്ങളുടെയും കാലാവധി കഴിഞ്ഞു. വീട്ടുകാർ പോലും കൈയൊഴിയുന്ന അവസരത്തിൽ കിടപ്പ് രോഗികൾക്ക് ആശ്വാസമാകുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആശ്രയമാണ് ഈ വാഹനങ്ങൾ. പാലിയേറ്റീവ് സെന്ററുകളിലെ വാഹനങ്ങൾക്ക് പരിരക്ഷ ലഭിച്ചില്ലെങ്കിൽ കിടപ്പ് രോഗികൾ പ്രതിസന്ധിയിലാകും. ന്യൂസ് 18 തിരൂർ.